ചിലപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു വിയേർഡായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടും ഈ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷർട്ടും ഈ ഒരു അട്ടയറാണ് ഒരു സിനിമയിലുടനീളം പൃഥ്വിരാജിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനങ്ങ് ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നതെന്ന്. കാരണം എനിക്ക് ഒരു ഫിസിക്കലി എനിക്കത് മാച്ച് ചെയ്യാൻ പറ്റുന്നു. കാരണം ഞാനിടുന്നു അതേപോലത്തെ ഒരു സംഭവം. അതിലൊരു പെർട്ടിക്കുലർ സീനുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. പുള്ളി ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് മാറി. പിന്നെ അതിനുശേഷം പുള്ളി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണെങ്കിൽ കൂടെ അത് കണ്ട് തന്നെ അറിയണം ഈ സിനിമയിലേക്ക്. എല്ലാവരും ഇതിനകത്ത് മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ നടത്തിക്കുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി ആ ഒരു മുറിവ് നമുക്ക് തീർച്ചയായും ആ ഒരു ഫീൽ നമുക്ക് പറ്റും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് എമോഷൻസിലൂടെ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ആ ഒരു സിനിമ കണ്ടിറങ്ങിയുള്ള ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട്, എന്താ പറയുക, ഇന്ത്യൻ സിനിമയ്ക്ക് ബ്ലസ് ചെയ്യുന്ന ഒരു സംവിധായകൻ തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നമുക്ക് ഈ ഒരു ലോകത്തിലെ പല പ്രേക്ഷകർക്ക് നമുക്ക് അഭിമാനത്തോടെ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ മികച്ച ഒരു സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞതെല്ലാം അസാധ്യങ്ങളിൽ അസാധ്യമായ. കാരണം ഇത് നമ്മളൊരു സിനിമകൾ കാണുമ്പോഴത്തേക്ക് നല്ല പ്രകടനങ്ങൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ റേറ്റ് ചെയ്യും, മികച്ചതാണ്, എന്നെ തൃപ്തിപ്പെടുത്തി, അല്ലെങ്കിൽ എക്സലൻ്റ് ആണ്. പക്ഷേ ഇത് അസാധ്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രകടനം തന്നെയാണ് പൃഥ്വിരാജ് എന്ന നടൻ്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ മുഴുവൻ ഏകദേശം, കാരണം ഓൾറെഡി ഇതൊരു ബുക്കിൻ്റെ രൂപത്തിൽ അത് വന്നിട്ടുണ്ടെങ്കിലും ഒരു സിനിമയിൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതി, അത് തയ്യാറാക്കി, അത് ചിത്രീകരിച്ച് വിഷ്വലൈസ് ചെയ്തെടുത്ത ബ്ലസ്സി എന്നൊരു സംവിധായകന് കാരണം ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തൻ്റെ സമയം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എല്ലാം നമുക്ക് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.